വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജുബില ഇ.പി. കരുണ പ്രപഞ്ചത്തിലെ കാതലായ സത്യമാണ്. കരുണ കാണിക്കുന്നതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം എന്ന മനോഭാവത്തോടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളെയും സമീപിക്കാറുള്ളത്. ഒരിക്കൽ എന്തെങ്കിലും മടക്കി കിട്ടിയേക്കാം എന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സഹപ്രവർത്തകരെ വരെ നാം സഹായിക്കാറുള്ളൂ. എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് എന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയ മനസ്സാണ് നമ്മുടേത്. എന്നാൽ യഥാർത്ഥ കാരുണ്യത്തിന് പ്രതിഫലമൊന്നുമില്ല. മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുമ്പോൾ തിരികെ കപടതയുടെയും കാരുണ്യരാഹിത്യത്തിൻ്റെയും അനുഭവങ്ങൾ ലഭിച്ചെന്ന് വരാം. ഈ അവസ്ഥയിലും കാരുണ്യം പ്രഘോഷിച്ചു കൊണ്ടേയിരിക്കുക. കാരണം കരുണ കൊണ്ട് കെട്ടടങ്ങാത്തതും ശാന്തമാക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. കാരുണ്യമുള്ള ഹൃദയം കത്തിച്ചുപിടിച്ച മെഴുകുതിരി പോലെയാണ്. അത് അണയ്ക്കാതെ നൂറുകണക്കിന് മെഴുകുതിരികൾക്ക് പ്രകാശം പരത്തുന്നു. അപാരമായ ക്ഷമയും മനോശക്തിയും കാരുണ്യപ്രകടനത്തിന് ആവശ്യമാണ്. മറ്റുള്ളവരോട് കരുണയും പരിഗണനയും നാം പ്രകടിപ്പിക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന ആത്മസംതൃപ്തി പറഞ്ഞറിയിക്കാനാകാത്തതാണ്. നമ്മുടെ ദൗത്യങ്ങൾ എന്തെങ്കിലും കടപ്പാടിൽ നിന്നോ ഉത്തരവാദിത്വത്തിൽ നിന്നോ ആയിരിക്കും ആരംഭിക്കുന്നത്. എങ്കിൽ പോലും അത് നമുക്ക് ആനന്ദവും സംതൃപ്തിയുമേകും. നമുക്ക് മാത്രമല്ല, നമ്മുടെ പരിഗണന ഏറ്റുവാങ്ങുന്നവർക്കും ഈ ആനന്ദം ലഭിക്കും. ഏതൊരു ജോലിക്ക് പിന്നിലും ആത്മാർത്ഥതയും മനസാന്നിധ്യവും ഉണ്ടാകണം. സ്വയം സംതൃപ്തി അനുഭവിക്കാതെ നമുക്ക് മറ്റുള്ളവർക്ക് തൃപ്തിയേകാൻ കഴിയുകയില്ല. ഏതു പ്രവൃത്തിയും മഹത്തരമായി കണ്ട് നിറഞ്ഞ മനസ്സോടെ നിർവഹിച്ചാൽ മാത്രമേ അത് മറ്റുള്ളവർക്കും സന്തോഷമേകൂ. കാരണം കാരുണ്യം ഒരു സുഗന്ധക്കൂട്ടാണ്. അതിലെ തുള്ളികൾ നിങ്ങൾ സ്വയം പുരട്ടാതെ മറ്റുള്ളവർക്കുമേൽ അത് തൂകാനാവില്ല. മനസ്സിൽ പ്രത്യാശയും ആനന്ദവും നിറഞ്ഞാൽ അത് അപരനിലേക്കും ഒഴുകുമെന്നർത്ഥം. നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി ഒരു ചെറിയ ത്യാഗമെങ്കിലും സഹിക്കാൻ സന്നദ്ധത ഇല്ലാത്തയാൾ ഏതു ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചാലും ഫലമൊന്നുമില്ല. മറ്റൊരാൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുകയും പകരം ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്പർശിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. ജീവിതം എത്ര തിരക്ക് പിടിച്ചതാണെങ്കിലും ജീവിത മൂല്യങ്ങളും ലക്ഷ്യങ്ങളും കൈവെടിയരുത്. സഹജീവികളുമായി സ്നേഹപൂർവ്വം ഇടപെടുക. അവരുടെ പ്രശ്നങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുചേരുക. 100 പേരെ ഭക്ഷണം നൽകി തൃപ്തരാക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഒരാളെയെങ്കിലും തൃപ്തനാക്കുക എന്ന് മദർ തെരേസയും പറയുന്നു. എണ്ണത്തിലല്ല, പ്രായോഗികതയിലാണ് നന്മ പ്രവർത്തികൾ എന്ന് മനസ്സിലാക്കി ഒരാൾക്കെങ്കിലും നന്മ ചെയ്താൽ അത്രയുമായി. വലുത് ചെറുത് എന്ന വ്യത്യാസമില്ലാതെ ജീവിതത്തിലെ സമസ്ത കാര്യങ്ങളിലും സ്വാർത്ഥത പുലർത്തുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് നാം. എന്നാൽ അന്യർക്ക് വേണ്ടി ജീവിതം ത്യജിച്ച് ജീവിച്ച എത്രയോ മഹാന്മാരുണ്ട്. നമ്മുടെ സാമൂഹിക ജീവിതം മെച്ചപ്പെടണമെങ്കിൽ ഓരോ വ്യക്തിയും സ്വാർത്ഥതയെ അതിജീവിക്കാനുള്ള മാനസിക കരുത്ത് നേടി മറ്റുള്ളവരെപ്പറ്റി ചിന്തിക്കുന്നവരും കരുണയുള്ളവരുമായി തീരണം. ജുബില ഇ.പി. തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.